വാട്ട് വി എയ്റ്റ് ഫ്രം ഐക്യ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മുടെ ഫുഡ് ട്രോളിയിൽ നമുക്ക് ആവശ്യമുള്ള ട്രേസിനെ പ്ലേസ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കോഫി കപ്സും ജ്യൂസ് മഗ്സും അവൈലബിൾ ആണ്. നമുക്ക് ഏത് ബെവറേജാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കപ്സ് അതിനനുസരിച്ച് എടുക്കുക. ലാസ്റ്റ് ബില്ലിംഗ് സെക്ഷനിൽ നമുക്ക് കപ്സിനായിരിക്കും കൗണ്ട് എടുക്കുന്നത്. സോ നമുക്ക് ഒരു കൺഫ്യൂഷൻ അവിടെ ഒഴിവാകും. പിന്നെ ഞങ്ങൾ മേടിച്ചത് ചോക്ലേറ്റ് കേക്ക്, സാലഡ്, ഒരു ഡിപ്പ്, പിന്നെ നമ്മൾ കിഡ്സ് പോർഷനിലുള്ള മീറ്റ് ബോളും അല്ലാതെ ഒരു മീറ്റ് ബോൾസും, പിന്നെ പൊട്ടാറ്റോ ചിപ്സും നഗറ്റ്സും, പിന്നെ ഒരു കോഫി കപ്പും ഒരു ജ്യൂസ് കപ്പും ആയിരുന്നു നമ്മൾ മേടിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും ഫുഡിന് നമുക്ക് ടോട്ടൽ എമൗണ്ട് വരുന്നത് 1500 റുപ്പീസാണ്. നിങ്ങളൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ലവേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഓപ്ഷൻ തന്നെയാണ്. അല്ല നിങ്ങൾക്ക് നാടൻ രുചികളോടാണ് താല്പര്യം, ഉപ്പും പുളിയും എരിയും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ബിക്കോസ് ഇത് പ്യൂർലി ഒരു ഇംഗ്ലീഷ് ബ്രഞ്ച് തന്നെയാണ്. പൊട്ടറ്റോ ഫ്രൈസും നഗറ്റ്സും ആൻഡ് ചോക്ലേറ്റ് കേക്ക് അമേസിങ് ആയിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് നമുക്ക് കോഫി കപ്പായാലും ജ്യൂസ് മഗ്ഗായാലും എടുക്കുമ്പോൾ നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും. എത്ര വേണമെങ്കിലും നമുക്ക് എടുത്ത് കുടിക്കാൻ പറ്റും. അറ്റ്ലാസ്റ്റ് നമ്മുടെ ഫുഡൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ ട്രേ നമ്മൾ തന്നെ ഡിസ്പോസ് ചെയ്യണം. ജസ്റ്റ് ആ ട്രേ ആ ബെൽറ്റിൽ കൊണ്ട് വെച്ചാൽ മതി. അത് അവരുടെ കിച്ചണിലോട്ട് പോകും.